H.C. Verma, Introduction to Physics, Worked Out Examples 9 ആണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇതൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി നല്ലോണം ഒന്ന് വായിക്കണം, എന്നിട്ട് പ്രോബ്ലത്തിലേക്ക് വന്നാൽ മതി. ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന എന്താണ്, ഒരു സോളിഡ് സ്ഫിയർ ഒരു ലിക്വിഡിലൂടെ മൂവ് ചെയ്യുമ്പം ലിക്വിഡ് ഒപ്പോസ് ചെയ്യുന്നത് എന്ത്, ആ സോളിഡ് സ്ഫിയറിനെ ഒപ്പോസ് ചെയ്യുന്നത് എന്തൊരു ഫോഴ്സ് വെച്ചിട്ട്. അപ്പൊ ആ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഫോഴ്സ് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇവിടെ? ദിസ് ഡിപ്പെൻഡ്സ് ഓൺ proportional to some constant of coefficient of viscosity eta raised to a എന്ന് എഴുതാം. പിന്നെന്താണ്, റേഡിയസ് ഓഫ് ദി സ്ഫിയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അപ്പം r raised to b എന്ന് എഴുതി. പിന്നെ സ്പീഡ് ഓഫ് ദി സ്ഫിയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് v raised to c എന്ന് എഴുതി. or f is equal to some constant k into eta raised to a r raised to b v raised to c. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് എഫ് ഈസ് പ്രപ്പോർഷണൽ ടു ഡിഫറെന്റ് പവേഴ്സ് ഓഫ് ദീസ് ക്വാണ്ടിറ്റീസ് ആണ്. അപ്പൊ ഒരു ഫോർമുല ഗസ് ചെയ്യാൻ പറഞ്ഞിട്ട് യൂസിങ് ദി മെത്തേഡ് ഓഫ് ഡയമെൻഷൻസ്. ഇതാണ് ആ ക്വസ്റ്റ്യൻ ഉള്ളത്. പക്ഷെ നിങ്ങൾ ക്വസ്റ്റ്യൻ ആ ടെക്സ്റ്റ് ബുക്ക് നോക്കി നിങ്ങൾ കറക്റ്റ് ആയിട്ട് വായിച്ചിട്ട് വേണം ഇതിലേക്ക് സൊല്യൂഷനിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ കാരണം വെറും സൊല്യൂഷൻ നോക്കി ഇത് ഞാൻ പ്രോബ്ലം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത് ട്രൈ ചെയ്യണം. അപ്പൊ ഇതിൻ്റെ അകത്ത് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിന്റെ ഇക്വേഷൻ എന്താണ്? ഫസ്റ്റ് F is equal to 6 pi eta RV. Eta is equal to F by 6 pi RV എന്ന് യൂസ് ചെയ്താൽ മതി. ഫോഴ്സ് is equal to ml t raised to -2 by r എന്ന് പറഞ്ഞാൽ L into LT raised to -1. ഈ L ക്യാൻസൽ ചെയ്ത് this is equal to ml raised to -1. ഇത് മേലേക്ക് t പോകുമ്പോൾ t raised to -1. ഇത് മാത്രമാണ് നിങ്ങൾക്ക് ഒന്ന് ചെയ്യേണ്ടി വരിക. ബാക്കിയെല്ലാം നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിൽ കൂടെ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ എന്താണുള്ളത്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഫോഴ്സ് ml t raised to -2 that is equal to k into this is ml raised to -1 t raised to -1 raised to a into l raised to b into ഞാനിതൊന്ന് താഴേക്ക് എടുക്കാം. L raised to b into velocity എത്രയാണ്? LT raised to -1 LT raised to -1 raised to c ആണ്. ഇനി എല്ലാം ഇക്വേറ്റ് ചെയ്യാം. m raised to a L raised to ഇവിടെ -a ഉണ്ട് പ്ലസ് b ഉണ്ട് പ്ലസ് c and t raised to -a - c. This is ml t raised to -2. ഇതില് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? a ഈക്വൽ ടു 1 ആയിട്ട് പറയാൻ പറ്റും പെട്ടെന്ന്. a is equal to 1 ആണ്. ഇനി -a - c ഈക്വൽ ടു 2 ആണ്. ടൈമിന്റെ ഡയമെൻഷൻസ് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ -a - c is equal to -2 ആണ്. സോ a plus c is equal to 2 ആണ്. a എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 plus c is equal to 2, c is equal to 1 കേട്ടോ. ഇനി ലെങ്ത്തിന്റെ ടേം ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് 1 ആണ്. ദിസ് ഈസ് -a പ്ലസ് b പ്ലസ് c. a എന്ന് പറഞ്ഞാൽ 1 ആണ്, -1. b എന്ന് പറഞ്ഞാൽ അറിയില്ല. c എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. അപ്പൊ b എത്രയാണ്? 1 is equal to 0 plus b. അപ്പൊ b is equal to 1 തന്നെയാണ്. അപ്പൊ a1 b1 c1 എല്ലാം 1 തന്നെയാണ്. അപ്പൊ എന്താ വരിക? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ഈസ് ഈക്വൽ ടു k into eta times a into എന്താണ് r raised to b v raised to c. ഇതെല്ലാം 1 ആണ്. a b c 1 ആണ്. അപ്പൊ എത്രയാ? f is k eta r v. ഇതാണ് ആ പ്രോബ്ലം അല്ലേ? അതാണ് ആൻസർ. ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ മാത്രം സൊല്യൂഷനിലേക്ക് പോയാൽ മതി. താങ്ക് യു.